നിങ്ങളല്ലേ ഇന്ധനം അമിതമായി ഉപയോഗിച്ച് ഈ അവസ്ഥയുണ്ടാക്കിയത്? നിങ്ങളുടെ വൈദ്യുത നിലയങ്ങളും വാഹനങ്ങളും ഫാക്ടറികളും ചേർന്ന് എന്ത് പുകയാണ് പുറത്തു തള്ളിയിരുന്നത്? നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. മനുഷ്യവർഗത്തിന്റെ പുരോഗതിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഓർഡർ ഓർഡർ. പ്രതിഭാഗം വക്കീലായ മൂങ്ങയ്ക്ക് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? യെസ് യുവർ ഓണർ. ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ വാദിഭാഗത്തിന്റെ പ്രസ്താവനകൾ മുഴുവൻ സത്യത്തിന് നിരക്കാത്തതും കെട്ടിച്ചമച്ചതുമാണ്. വളരെ അലക്ഷ്യമായി ഭൂമിയെ നിങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടല്ലേ എണ്ണയും അവസാന തുള്ളി വരെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്? നിങ്ങൾ പൊതുവാഹനങ്ങളിൽ സഞ്ചരിച്ച് ഇന്ധനം ലാഭിച്ചോ? നിങ്ങൾ അങ്ങനെ പറയരുത്. ഞങ്ങളിൽ പലരും നടന്നും സൈക്കിളിലും ഒക്കെ യാത്ര ചെയ്തിരുന്നു. വാഹനങ്ങൾ മാത്രമായിരുന്നില്ല പ്രശ്നം. കൽക്കരിയും പ്രകൃതിവാദവും കത്തിക്കുന്നതിന്റെ പുകയും ഒക്കെ ഭൂമിയെ ശ്വാസം മുട്ടിച്ചിരുന്നു. ഇതൊന്നും വാദം സ്ഥാപിക്കാൻ സഹായകമാകുന്നില്ല. ഞങ്ങൾക്ക് വൈദ്യുതി ആവശ്യമായിരുന്നു. ഞങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത് അത്യാവശ്യവുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആണവ നിലയങ്ങളും താപനിലയങ്ങളും നിർമ്മിച്ചു. യുവർ ഓണർ, പ്രതിഭാഗത്തിന്റെ വാദത്തിനെതിരെ എനിക്ക് ബഹുമാനപ്പെട്ട കോടതി സമക്ഷം ഒരു തെളിവ് സമർപ്പിക്കാനുണ്ട്. ശരി, വാദിഭാഗം വക്കീലായ കാക്കയ്ക്ക് തെളിവ് സമർപ്പിക്കാൻ കോടതി അനുവാദം തരുന്നു. റഷ്യയിൽ ചെർണോബിൽ എന്ന സ്ഥലത്ത് ഒരു ആണവ കേന്ദ്രം പൊട്ടിത്തെറിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്താ ഇതിന് മറുപടി ഉണ്ടോ? യുവർ ഓണർ, പൊട്ടിത്തെറിക്കാത്ത ആണവ നിലയങ്ങളുടെ അവശിഷ്ടങ്ങൾ തന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? വൈദ്യുതിക്കായി ഞങ്ങൾ അപകടമില്ലാത്ത ജലവൈദ്യുതി നിലയങ്ങളെയും ആശ്രയിച്ചിരുന്നല്ലോ. ബഹുമാനപ്പെട്ട കോടതിയുടെ സമ്മതത്തോടെ മനുഷ്യവർഗത്തിൽ തന്നെ പെട്ട എന്റെ സാക്ഷിയെ ഹാജരാക്കുവാൻ അനുവാദം തരണം. അനുവദിച്ചിരിക്കുന്നു. ഞാനൊരു ഗിരിവർഗക്കാരനാണ്. ഞങ്ങളുടെ നദികളെ വറ്റിച്ചുകൊണ്ട് കാടുകളെ വെള്ളത്തിലാഴ്ത്തിക്കൊണ്ട് ഭീമാകാരമായ അണക്കെട്ടുകൾ ഉയർന്നു വന്നു. ഓർഡർ ഓർഡർ. പക്ഷെ വൈദ്യുതി ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. വൈദ്യുതി ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ സുരക്ഷിതമായിരുന്നോ? ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങൾ ലൈറ്റിന്റെ സ്വിച്ച് കെടുത്തിയിരുന്നോ? വലിയ തോതിലുള്ള പ്രസരണ നഷ്ടവും ഒഴിവാക്കാൻ നിങ്ങൾ വല്ലതും ചെയ്തോ? ഇന്ധനക്ഷമതയുള്ള പാചക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ അവ വേണ്ട വിധം ഉപയോഗിച്ചോ? പ്രതി തന്നെ പറയട്ടെ. ലഭ്യമായ മണ്ണെണ്ണയും വിറകും കൊണ്ട് നിങ്ങളുടെ ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും എന്തിനാണ് പ്രകൃതിവാദങ്ങൾ വെറുതെ കത്തിച്ചു കളഞ്ഞത്? ഞങ്ങൾക്ക് ആവും വിധം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രതിഭാഗം വക്കീലായ മൂങ്ങയ്ക്ക് എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനുണ്ടോ? യെസ് യുവർ ഓണർ, അതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ അനുവാദത്തോടെ സമർപ്പിക്കുന്നു. ഒരു സാക്ഷിയെ കൂടി ഹാജരാക്കാൻ അനുമതി നൽകണം. അനുമതി നൽകിയിരിക്കുന്നു. ഞാനൊരു വാസ്തുശില്പിയാണ്. ചുറ്റുവട്ടത്ത് തന്നെ കിട്ടുന്ന കുമ്മായവും കളിമണ്ണും ഉപയോഗിച്ച് പരിസ്ഥിതിക്ക് ദ്രോഹം ചെയ്യാതെ വീട് പണിയുന്ന വാസ്തുശില്പി. സിമന്റും സ്റ്റീലും ഉണ്ടാക്കാൻ, അസംസ്കൃത വസ്തുക്കൾ ഫാക്ടറിയിൽ എത്തിക്കാൻ, വാഹനമോടാൻ തുടങ്ങിയവയ്ക്ക് വേണ്ട ഇന്ധന ചെലവ് ഇത്തരത്തിലുള്ള വീട് നിർമ്മാണം വഴി ഞാൻ ഒഴിവാക്കി. നിൽക്കൂ. എത്ര പേരാണ് നിങ്ങൾ പ്രസംഗിക്കുന്ന ഈ സാങ്കേതിക വിദ്യ സ്വീകരിച്ചത്? ഈജിപ്ഷ്യൻ സംസ്കാരം മുതലുള്ള ഈ സാങ്കേതിക വിദ്യ ഉറപ്പ് പോരാന്ന് പറഞ്ഞ് എത്ര പേർ തള്ളിക്കളഞ്ഞു? അധികം പേരും കോൺക്രീറ്റിന്റെ പിറകെയല്ലേ പാഞ്ഞത്? എന്നിട്ട് പകൽ പോലും കാറ്റും വെളിച്ചവും കയറാത്ത സാത്താൻ കോട്ടകളെ അല്ലേ നിങ്ങൾ കെട്ടിപ്പൊക്കിയത്? അതെ അതെ. പിന്നീട് അവരുടെ ഫാനും എയർ കണ്ടീഷനും എത്ര വൈദ്യുതിയാണ് അനാവശ്യമായി കളഞ്ഞത്? പകരം ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നെങ്കിൽ ചൂട് കുറയുകയും ഫലങ്ങൾ കിട്ടുകയും ചെയ്തേനെ. ഒബ്ജക്ഷൻ യുവർ ഓണർ. വാദിഭാഗം വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് സംസാരിക്കുകയാണ്. അല്ല യുവർ ഓണർ, ഭൂമി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ നിശ്ചയിക്കേണ്ടത് കൊലപാതകത്തിന്റെ കുറ്റവാളി ആരാണെന്നാണ്. മലരായ മലരൊക്കെ തല താഴ്ത്തിടും എന്റെ മലരേ നിൻ പുഞ്ചിരി കാണുകിലോ മതിയെന്നു തോന്നിടുമോ എൻ മിഴികൾക്കൊരുത്സവമല്ലേ നിൻ തൂമന്ദഹാസം